കോഴിക്കോട് പെൺകുട്ടിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ച് ഭീഷണിപ്പെടുത്തി നിർബന്ധിത മതപരിവർത്തനത്തിന് ശ്രമിച്ചത് ലവ് ജിഹാദാണെന്ന് ദേശീയ അന്വേഷണ ഏജൻസികളുടെ പ്രാഥമിക വിലയിരുത്തൽ. കഴിഞ്ഞ കുറച്ചുനാളുകൾക്കിടെ 52 ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഇത്തരത്തിൽ മതം മാറ്റിയിട്ടുണ്ടെന്നാണ് സൂചന. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളും NIA ശേഖരിച്ചിട്ടുണ്ട്. അതിനിടെ കേസിൽ ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ ഇടപെടലാണ് അന്വേഷണം വൈകിക്കുന്നതിന്റെ പിന്നിലെന്ന ആരോപണവും ശക്തമാണ്. ക്രൈസ്തവ ഹൈന്ദവ സമുദായങ്ങളിൽപ്പെട്ട പെൺകുട്ടികളെ പ്രണയത്തിൽ കുടുക്കിയാണ് ലവ് ജിഹാദ് മാഫിയയുടെ പ്രവർത്തന രീതി. പഠനത്തിനും ജോലിക്കുമായി വീട്ടിൽ നിന്നും മാറി നിൽക്കുന്ന പെൺകുട്ടികളാണ് കൂടുതലും ലവ് ജിഹാദിന്റെ ഇരയായി മാറുന്നത്. വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ സജീവമായിരുന്ന ഇത്തരം മാഫിയ വീണ്ടും സജീവമായി കഴിഞ്ഞു എന്നതിന്റെ ശക്തമായ തെളിവാണ് കോഴിക്കോട്ടെ സംഭവം. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മലബാറിൽ മാത്രമായി 52 ക്രിസ്ത്യൻ യുവതികളെ ഇത്തരത്തിൽ മതപരിവർത്തനം നടത്തിയെന്നാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടെ സംഭവം അന്വേഷിക്കാനെത്തിയ NIA സംഘത്തിന് ലഭിച്ച വിവരം. കോഴിക്കോട്ടുള്ള മുസ്ലിം മാനേജ്മെന്റിന് കീഴിലെ ഒരു ആശുപത്രിയിലെ 6 ക്രിസ്ത്യൻ നഴ്സുമാരെ മതം മാറ്റിയിരുന്നു. ജോലി നൽകാമെന്ന് വാഗ്ദാനം നൽകിയാണ് ഇത്തരത്തിൽ മതപരിവർത്തനം നടത്തിയത്. ഇതിന്റെ വിവരങ്ങൾ NIA ശേഖരിച്ചിട്ടുണ്ട്. ലവ് ജിഹാദ് തന്നെയാണ് ഈ കോഴിക്കോട്ടെ സംഭവത്തിന് പിന്നിലെന്നും NIA സംശയിക്കുന്നുണ്ട്. ഈ ആരോപണം കേരള പോലീസ് അല്ല, ദേശീയ അന്വേഷണ ഏജൻസികൾ തന്നെ അന്വേഷിക്കണമെന്ന് റിട്ടയർഡ് SP ജോർജ് ജോസഫ് ആവശ്യപ്പെട്ടു. പ്രിലിമിനറി എൻക്വയറി നടത്തുകയും ഇതിനകത്ത് കാതലായ പ്രശ്നങ്ങൾ ഉണ്ടെന്നും മതപരിവർത്തനത്തിന് ശ്രമിച്ചെന്നും ലവ് ജിഹാദിന്റെ ഒരു ഏജൻസി ഇതിന് പിന്നിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നും അവര് സംശയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു മാസമായിട്ട് 3 കുട്ടികളെ ഒന്നിച്ചും അതുപോലെ ആ പെൺകുട്ടിയുടെ വിക്ടീമിന്റെ പിതാവിന്റെ അഡ്രസ്സിൽ കോഴിക്കോട് ജില്ലയിലെ 52ഓളം സ്ഥലത്ത്, പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളുടെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നഴ്സുമാരുൾപ്പെടെ ഏകദേശം 52ഓളം ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികളെ മതപരിവർത്തനം ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണത്തിൽ അലംഭാവമുണ്ടായതായും ലവ് ജിഹാദിന് പിന്നിലുള്ളവരെ പുറത്തു കൊണ്ടുവരണമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ള ഒരാളുടെ ബന്ധവും ആരോപണ വിധേയനായതിനാലാണ് കേസ് അന്വേഷണം അട്ടിമറിക്കുന്നതെന്ന ആരോപണം ഗൗരവമുള്ളതാണെന്നും ജോർജ് ജോസഫ് പറഞ്ഞു. ഷെക്കേന ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഷെക്കേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക.